അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. 14 ദിവസത്തെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിച്ചു. നാളെ ഒരുപക്ഷെ ജാമ്യാപേക്ഷ പരിഗണിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് വാദിച്ചിരുന്നത്? അവരൊക്കെ നിയമപ്രകാരമുള്ള അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ കിട്ടി പുറത്തുണ്ട്. രാഹുൽ ഈശ്വർ ഇപ്പോഴും അകത്താണ്. എനിക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വറിന് വേണ്ടി പറയാൻ പോലും നിലവിൽ ആരുമില്ല. പക്ഷെ ഇത്രയും ഇങ്ങനെയൊക്കെ ജാമ്യം നിഷേധിക്കപ്പെട്ട് ഇങ്ങനെ ഉള്ളിൽ കിടക്കാൻ മാത്രം ഗുരുതരമായ വകുപ്പുകളായിരുന്നോ യഥാർത്ഥത്തിൽ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്? രാഹുൽ ഈശ്വറിനെതിരെ എഫ്ഐആർ ചുമത്തിയിരുന്നത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായിരുന്നു ആദ്യം. അതിനുശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം മജിസ്ട്രേറിയൽ ജാമ്യം ലഭിക്കാവുന്ന എന്നാൽ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് കൂടി ചാർജ് ചെയ്തു. പക്ഷേ 14 ദിവസം റിമാൻഡ് കാലാവധി സാധാരണഗതിയിൽ ഇത്തരം ഈ വകുപ്പുകൾ ചാർജുകൾ ചുമത്തിയ സാധാരണഗതിയിൽ ആൾക്കാർ ജയിൽ ഇത്ര 14 ദിവസമൊക്കെ കിടക്കുമെന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ്. അതിനു മുമ്പ് തന്നെ ജാമ്യം കിട്ടുമായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ രണ്ടുപേർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തിയത്. ഒന്ന് നടൻ ദിലീപ്, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയപ്പോഴാണ് ഈ കേസ് പെട്ടുപോയത്. ഇതിൽ രാഹുൽ ഈശ്വറിന് വിനയായത് കോടതിയിൽ പോകുമ്പോൾ എടുത്ത ചില നിലപാടുകളും കോടതിക്കുള്ളിൽ സ്വന്തമായി വാദിക്കാൻ ശ്രമിച്ചതും അതിനൊപ്പം തന്നെ ജയിലിൽ പോയി നിരാഹാര സമരം ആരംഭിച്ചതും ഒക്കെയാണെന്നും തോന്നുന്നു. ഏതായാലും പോലീസ് അതിനകത്ത് ആദ്യം കസ്റ്റഡി വേണം എന്നൊക്കെ പറഞ്ഞു, സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള 14 ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ്. പക്ഷേ ഇന്നും അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതി അവധിയാണ്. ഇനിയിപ്പോൾ നാളെ ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ ഒരുപക്ഷെ ജാമ്യം കിട്ടും. അതല്ല ഇനി മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ വീണ്ടും ഒരുപക്ഷെ ഈ വകുപ്പൊക്കെ ചുമത്തിയ ഒരാൾ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയും കഴിഞ്ഞ് ഇത്രയും ദിവസം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നിയമ സംവിധാനങ്ങളൊക്കെ ഉപകരിക്കാൻ ശേഷിയുള്ള ഒരാൾ. കാരണം അഭിഭാഷകരൊക്കെ ഹൈക്കോടതിയിൽ നിന്നൊക്കെ അഭിഭാഷകർ വന്നു. പക്ഷേ എന്നിട്ടും ഈ 14 ദിവസം തികച്ചിരിക്കുകയാണ്. അല്ലെ, കോടതിയിൽ ഇപ്പോൾ സ്വന്തമായി വാദിച്ചു, അല്ലെങ്കിൽ ചില നിലപാടുകൾ ഇപ്പോൾ തെളിവെടുപ്പിൽ പാസ്വേഡ് അറിയില്ല എന്ന് പറയും. ഇങ്ങനെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ മാത്രം അത്രയും മോശം നിലയിലുള്ള പെരുമാറ്റം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? അല്ല, മോശം പെരുമാറ്റം മാത്രമല്ല, അതിനകത്ത് അത് കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത്. ഒരാൾ എത്ര ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരണം, അയാൾക്ക് എപ്പോൾ ജാമ്യം കൊടുക്കണം. ഇതിനകത്ത് സാങ്കേതികമായ ചില വീഴ്ചകൾ രാഹുൽ ഈശ്വർ വരുത്തിയിട്ടുണ്ട്. കാരണം ഒരു കോടതി ജാമ്യം നിഷേധിച്ച ഉടൻ തന്നെ ആ കോടതിയിലും അതിൻ്റെ മേൽക്കോടതിയിലും ഒരേ സമയം ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന അങ്ങനത്തെ കൗതുകരമായ നടപടിയൊക്കെ എടുത്തു. അതിൽ പ്രോസിക്യൂഷൻ ഇയാൾ നിയമവ്യവസ്ഥ അംഗീകരിക്കാത്ത ആളാണെന്നൊക്കെ കോടതിയിൽ പറയുന്നൊരു സാഹചര്യമുണ്ടായി. പോലീസും ഇയാളെ കസ്റ്റഡിയിൽ വേണം, ജാമ്യം കൊടുക്കരുത് എന്നുള്ള നിലപാടായിരുന്നു. കാരണം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ ഇപ്പം പോലീസിന് ആ നിലപാടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, കാരണം അവരുടെ കസ്റ്റഡി ആവശ്യമൊക്കെ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ ഒഫൻസിൽ അത്രയും കസ്റ്റഡി ഒന്നും ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ലാപ്ടോപ്പായിരുന്നു റിക്കവറിക്കുള്ളത്. ലാപ്ടോപ്പ് എടുത്തു. പിന്നെ പാസ്വേഡ് കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ പരാതി. പക്ഷേ ഒരാൾ പാസ്വേഡ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബലം പ്രയോഗിച്ചോ ഒന്നും പോലീസിന് എടുക്കാനൊന്നും പറ്റത്തില്ല. സാധാരണഗതിയിൽ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഒരു കേസിൻ്റെ ആവശ്യത്തിന് റിക്കവർ ചെയ്തു, പക്ഷേ എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നടപടികൾ പോലീസ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് ആ പാസ്വേഡ് പിടിച്ചെടുക്കാനോ അത് എന്നെക്കൊണ്ട് ബലമായി തുറപ്പിക്കാനോ പോലീസിന് അധികാരമില്ല. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ രണ്ടാമത്തെ കസ്റ്റഡിക്ക് വേണ്ടി പോലീസ് കോടതിയിൽ പറഞ്ഞിരുന്നത് പാസ്വേഡ് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി കോടതി എങ്ങനെയാണ് പോലീസിന് കസ്റ്റഡി കൊടുത്തതെന്നൊക്കെ ഉള്ളത് മറ്റൊരു ചോദ്യം. ഏതായാലും രാഹുൽ ഈശ്വർ ഈ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിരുന്ന എഫ്ഐആറിലാണ് ഇപ്പോൾ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും ജാമ്യം കിട്ടാതെ അടുത്ത ദിവസത്തേക്ക് ആ ജാമ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും നോക്കാം, നാളെയെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമാണോ ഉണ്ടാവുക എന്ന്. എന്തായാലും അനന്തൻ സൂചിപ്പിച്ച പോലെ പതിവില്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു വകുപ്പിൽ ഇത്രയും ദിവസം സാധാരണ ഇതിൽ ആരും കിടന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതാണിപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതിൽ നിയമപരമായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും.